അല്പം സീരിയസ്നെസ് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ പതിയിരിക്കുന്ന അപകടം വളരെ വലുതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുള്ള ഒരു IT പ്രൊഫഷണൽ, അദ്ദേഹം ഷൂവിനകത്ത് പാമ്പ് പതിയിരിക്കുന്നത് കാണാതെ പാമ്പ് കടിയേറ്റുകൊണ്ട് മരണപ്പെട്ട വാർത്ത നമ്മൾ കണ്ടതാണ്. ധാരാളം വാർത്തകൾ അങ്ങനെ കാണുന്നുണ്ട്. ബൈക്കിനകത്തുനിന്ന്, ഹെൽമെറ്റിന്റെ ഉള്ളിൽ നിന്ന്, അതുപോലെ ഷൂനടിയിൽ നിന്നൊക്കെ പാമ്പിനെ കാണുകയും കടിയേൽക്കുകയും ചെയ്യുന്നത് വലിയ വാർത്തയായി വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴെങ്കിലും ഷൂ ധരിക്കുന്നതിന് മുമ്പ് അതൊന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? നമ്മൾ ഹെൽമെറ്റ് തലയിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴെങ്കിലും ആ ഹെൽമെറ്റിന്റെ ഏതെങ്കിലും ഹോളുകൾ ഉണ്ടെങ്കിൽ അവിടെ വല്ല ജീവികളും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു വീട്ടിൽ ഒരു കുഞ്ഞു പൈതൽ കിടക്കപ്പായിൽ വെച്ചുകൊണ്ട് പുതപ്പിനടിയിൽ നിന്ന് പാമ്പ് കടിയേറ്റുകൊണ്ട് പ്രയാസപ്പെട്ട സിറ്റുവേഷൻ നമ്മളൊക്കെ കണ്ടതാണ്. എവിടെയും എങ്ങനെയും ഓടിയെത്താൻ ഹെൽപ്പുള്ള ഇത്തരം ക്ഷുദ്രജീവികളെ തൊട്ട് നമ്മുടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യമായി മനസ്സിലാക്കണം. പാമ്പുകളെ പോലത്തെ ക്ഷുദ്രജീവികളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ എത്ര സൂക്ഷിച്ചാലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ ഉണ്ടാവില്ല. അപ്പോ ആത്മീയമായിട്ട് നമ്മൾ റബ്ബിന്റെ സഹായം കിട്ടാൻ വേണ്ടി മഹാന്മാര് പഠിപ്പിച്ചു തന്ന നല്ലൊരു ദിക്റുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ദിക്ർ രാവിലെ വൈകുന്നേരം ഒക്കെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ക്ഷുദ്രജീവികളുടെ ആക്രമണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കാവലുണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കടിയേറ്റ് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ കൃത്യമായി സൂക്ഷിക്കുകയും കൂടെ ആത്മീയമായിട്ടുള്ള